ഓക്കെ, അപ്പൊ തുടങ്ങാം അല്ലേ? ഈ അരുൺ ജയന്റെ അടുത്താട്ടോ എന്റെ ക്വസ്റ്റ്യൻ. അതായത് ഈ സുന്ദരിയേവ എന്നുള്ളൊരു ആൽബം ഇറങ്ങി. അപ്പൊ നമ്മളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് അരുൺ ചേട്ടൻ കണ്ടപ്പോൾ ഇങ്ങനെ നല്ലൊരു പാട്ട്, അടിപൊളി വിഷ്വൽസ്, അതിലൊരു പെൺകുട്ടി നായിക കത്ത് കൊടുക്കാൻ വരുന്ന ഒരു പോസ്റ്റ് വിമൻ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് വരുന്നു. അപ്പം മനസ്സിലറിയാതെ കൊള്ളാലോ ഈ സുന്ദരി, ഒരു ഇഷ്ടം, ഒരു ക്രഷ് ഒക്കെ തോന്നിയിരുന്നു. ആർക്കായാലും കൊള്ളാലോ, അത് ആ, അതെ, തോന്നുമല്ലോ. നല്ല ചിരി. ഞാൻ എന്നിട്ട് ആക്ച്വലി നമ്മുടെ വീട്ടിൽ ഈ കത്ത് കൊണ്ടുവരുമ്പോ ആദ്യം ഓടിപ്പോയി നോക്കാറുണ്ട്. ഇനി അതുപോലെ ആരെങ്കിലും ആണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്. പക്ഷെ എന്ത് ഉദ്ദേശം? പക്ഷെ ഇല്ല, പരാജയമായിരുന്നു. നമുക്ക് ഭാഗ്യമില്ല, നമുക്ക് ഭാഗ്യമില്ല. നമുക്ക് നമ്മുടെ അവിടെ എപ്പോഴും റിട്ടയർ ആവാറായിട്ടുള്ള ആൾക്കാര് അങ്ങനെ വരും. ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ആ ഒരു ആൽബം അല്ലെങ്കിൽ ആ മ്യൂസിക് എന്ന് പറയുന്നത് ഒരുപാട്, ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ പാട്ട് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. സോ എങ്ങനെയായിരുന്നു ചേച്ചി അതിലേക്ക് എങ്ങനെയാണ് വന്നു വിട്ടത്? ഞാൻ ആക്ച്വലി 10th വരെ പാട്ടൊക്കെ ഇങ്ങനെ പാടി സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്ത് അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു. ഇപ്പോഴും സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുത, സംഗീത ഈ ആക്ടിങ് ഫീൽഡിലേക്കൊക്കെ വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അത് എങ്ങനെയോ അങ്ങനെ എത്തി എന്ന് പറയുന്നതായിരിക്കും ശരി. പിന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. 10th ഒക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ടായിരുന്നു പലർക്കും. ഈ പാട്ടിന് ശേഷം ലൈഫിൽ വന്നൊരു മാറ്റം എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ഓരോ ഓഫേഴ്സ് ഒക്കെ വരുന്ന കണ്ടിട്ട് പേടിച്ചിട്ട് ഞാൻ വർക്ക് ഒന്നും ചെയ്തില്ല ആ സമയത്ത്. ഇവിടെ ആൾക്കാർ ഓഫേഴ്സ് വരാൻ വേണ്ടിട്ട് 4 ഫോളോവേഴ്സിന് കിട്ടാൻ വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യുന്നു ആ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് യൂട്യൂബില്ലായിരുന്നു. ഇല്ല, 2006-ലാണ് നമ്മൾ ആ പാട്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്താന്ന് വെച്ചാല് എനിക്ക് അഭിനയത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഡബ്ബിങ് ചെയ്യാനായിരുന്നു. അപ്പം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡബ്ബിങ് ചെയ്യാൻ പോയപ്പം എന്നെ കണ്ടിട്ട് അവർക്ക് ഇങ്ങനെ ഭയങ്കര ഫെയർ ആയിട്ടുള്ള ഒരു കുട്ടിയെ വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്നെ കാണുന്ന. അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ വെയിലത്തൊക്കെ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി നടക്കുന്ന ഒരു കുട്ടി അധികം വെളുത്തിട്ടായിരിക്കില്ലല്ലോ. അതായിരിക്കും. നമുക്ക് അതിലൊരു രണ്ടുപേരും ഒന്ന് കേട്ടാലോ? പിന്നെന്താ. കേൾക്കാൻ കാത്തിരിക്കും എൻ്റെ ഹൃദയം, നിനക്കു മാത്രം, നിനക്കു മാത്രമാ. സുന്ദരിയേവാ, വെണ്ണിലവേവാ, എൻ ജീവതാളം നീ, പ്രണയിനിയോ നീലരാവിലെൻ സ്നേഹവീഥിയിൽ മമ തോഴിയായി വാ, പ്രിയമായി